ഫോൺ കോളാണ് ഏറ്റവും നിർണായകമായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാദമുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയ ശേഷമാണ് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്മേലുള്ള വാദം നടത്തിയത്. ഏതാണ്ട് 4 ദിവസത്തോളം ഈ കേസ് പലതരത്തിൽ വാദം നടത്തുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തതാണ്. ഇന്നാണ് ഇതിന്റെ വാദം പൂർത്തിയായത്. എന്തായാലും വിധി പറയാനായി മാറ്റിവെച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നാണ്, അതായത് ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഷൈനിയുടെ ഘാതകനായിട്ടുള്ള നോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കണമോ വേണ്ടായോ എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു വിധി വരുന്നത്. ഇന്ന് അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് അവൻ വെളിയിലിറങ്ങും. അവൻ എന്താ പറയുക, അവൻ വന്നതിന് ശേഷം അവൻ ഇനി ആരെയൊക്കെ സ്വാധീനിക്കണമോ അതെല്ലാം അവൻ ചെയ്യും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തുമായാലും ആ കേസിൻ്റെ വിധി, അല്ലെങ്കിൽ ആ കേസിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വിധി വരുന്നത് ഇന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം. ഇപ്പോൾ ഈ പറയുന്ന പാതിരി ഉണ്ടല്ലോ, ഈ പറയുന്ന നോബിയുടെ ചേട്ടൻ, അവൻ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഇടപെടൽ തന്നെ നടത്തുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന കുടുംബശ്രീയുടെ ആ ഒരു ലോൺ ഷൈനി തൻ്റെ ആവശ്യത്തിനല്ലായിരുന്നു ആ ലോൺ എടുത്തത്. ഈ പറയുന്ന നോബിയുടെ അച്ഛൻ്റെയും കള്ളപ്പാതിരിയുടെയും ആവശ്യത്തിന് വേണ്ടി എടുത്ത ലോൺ ഈ പറയുന്ന ഷൈനിയെ കൊണ്ട് തിരിച്ചടപ്പിക്കുകയും അതിലൂടെ ഈ ഷൈനിയെ കൊടുക്കാനായിട്ട് ഒരു കേസ് സഹിതം ഉണ്ടാക്കി വെക്കുകയും ചെയ്ത ഈ കള്ളപ്പാതിരിയുടെ ക്രിമിനൽ മൈൻഡിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുപോയി ഒരു ചെക്കൊക്കെ കൊണ്ട് കുടുംബശ്രീക്കാർക്ക് കൊടുത്തു. ഏതോ മറ്റേ ചാരിറ്റി സംഘടനയൊക്കെ പിരിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുടുംബശ്രീക്കാർക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് തെറ്റാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അതുമൂലം ഈ പറയുന്ന കള്ളപ്പാതിരിയെയും ഈ പറയുന്ന നോബിയെയും കുടുംബത്തെയൊക്കെ രക്ഷിച്ചതിന് തുല്യമാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഈ ഹാർഡ് ഫാമർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹാർഡ് ഫാമറിൻ്റെ ചാനലിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മറ്റേ ചേട്ടന് ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. ഹാർഡ് ഫാമർ പറഞ്ഞൊരു കാര്യം ഇതാണ്. പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന കുടുംബശ്രീക്കാരുമായിട്ട് ബന്ധപ്പെടാൻ അവിടെ ചെന്നപ്പോൾ അവർ പ്രതികരിച്ചില്ല, അവർ സംസാരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ മറ്റുള്ളവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കുടുംബശ്രീയിലെ സ്ത്രീകൾ ചിലർ ഈ പറയുന്ന ഷൈനിയെ നിരന്തരം ഫോൺ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിരുന്നു, അവരെ തെറി വിളിച്ചിരുന്നു എന്ന രീതിയിലും ഈ ഹാർഡ് ഫാമർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനൊരു മാർഗമായി. അതുപോലെ തന്നെ ഇവർ ഇത്രമാത്രം ഷൈനിയെ സ്നേഹിക്കുന്നു എന്ന് ഇപ്പം പറയുമ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഈ നോബിയുടെ വീട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ പണം പിടിച്ചു മേടിക്കാനൊക്കെ ഇവർക്ക് കഴിയുമായിരുന്നു. ഈ പ്രസിഡന്റ് എല്ലാം കൂടെ വിചാരിച്ചായിരുന്നു നടന്നേനെ. അതായിരുന്നു അവർ ചെയ്യേണ്ടത്. അവർ അവിടെ പോയി സമരം ചെയ്യണമായിരുന്നു. അതവർ ചെയ്തില്ല. ഓക്കെ, എന്തായാലും ഹാർഡ് ഫാമർ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ പിടികിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം എന്നെ സംബന്ധിച്ച് ഇവരുടെ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല. ഇവരെ നമ്മളിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. കാരണം ഈ ആദ്യകാലങ്ങളിൽ ഈ കടത്തെ സംബന്ധിച്ച് ചോദിക്കാനായിട്ട് ഞാൻ കുടുംബശ്രീയുടെ അവിടെ പോയിരുന്നു. നമ്മളെ ഈ ചാനൽ കണ്ടപ്പോൾ അവരെന്തോ പേടിച്ചും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ അറിഞ്ഞു, ഈ കുടുംബശ്രീയിൽ നിന്ന് പലപ്പോഴായിട്ട് ഈ ഷൈനിനെ വിളിച്ച് അസഫ്യം പറയാറുണ്ട്, ചീത്ത പറയാറുണ്ട്. പലപേരും ഈ കുടുംബശ്രീയിലുള്ള ഒരു 3-4 പേര് ഷൈനിനെ വിളിച്ച് അസഫ്യം പറഞ്ഞിട്ടുണ്ട്. ഈ അസഫ്യം പറഞ്ഞതിന് പേർക്ക് ഷൈനി തന്റെ ഫോണ് തൊടുപുഴ ഏരിയയിൽ നിന്ന് ഏത് കോൾ വന്നാലും ഷൈനി എടുക്കാറില്ലായിരുന്നു. ഈ അസഭ്യം പറഞ്ഞതിന്റെ പേർക്ക് ഷൈനി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. എന്താണെങ്കിലും തെറി വിളിച്ച ആൾക്കാർക്കും ചീത്ത വിളിച്ച ആൾക്കാർക്കും എന്തൊരു വേദനയായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും. അത് അവരെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്താണ് ഈ ഹാർഡ് ഫാമർ പറഞ്ഞ കാര്യം കേട്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്, അവർ ഫോൺ വിളിച്ച് ഈ പറയുന്ന ഷൈനിയെ വിളിച്ച് തെറി വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചവർ ഇതിൻ്റെ അകത്തുള്ളവർ തന്നെയായിരിക്കും. കാരണം അവർക്ക് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അതിൻ്റെ വെപ്രാളത്തിൽ അവർ വിളിച്ച് ഈ ഷൈനിയെ ബുദ്ധിമുട്ടിച്ചതാണ്. അതുമൂലം ഈ ഷൈനി പിന്നെ കോൾ എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം അവിടെ പോയി തിരക്കിയപ്പോഴൊക്കെ മനസ്സിലായത്. പിന്നെ ഞാനൊരു വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. ഈ പറയുന്ന കുടുംബശ്രീയിലെ സ്ത്രീകൾ വിചാരിച്ചിരുന്നു എങ്കിൽ ഈ നോബിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാമായിരുന്നു. ഇപ്പോൾ ഈ ചെക്ക് കിട്ടിയപ്പോൾ അവർ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ട് അതിനകത്ത് പ്രസിഡന്റ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ പ്രാരാബ്ധം കൊണ്ടാണ് ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഈ കിട്ടിയത് അവർക്ക് സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടിയത് ഇവർക്ക് സന്തോഷമാണെങ്കിലും ഷൈനിയുടെ ആത്മാവിനത് ഇത് സന്തോഷമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നോബിയും കുടുംബത്തെയും കേസിൽ രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമാണ് ഇവർ തുറന്നു വെച്ചതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ആശാ വർക്കർമാരൊക്കെ അവിടെ സമരം ചെയ്യുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ശമ്പള വർധനവിന് വേണ്ടി അവരവിടെ സമരം ചെയ്യാമെങ്കിൽ ഈ പറയുന്ന ഷൈനിക്ക്, അതായത് ഇവരുടെ കൂടെ ജോലി എടുക്കാനും ഇവരുടെ കൂടെ കുടുംബശ്രീയിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഈ ഷൈനിയുടെ ഒരു പൈസയ്ക്ക് വേണ്ടി ഈ പറയുന്ന നോബിയുടെ വീടിൻ്റെ മുമ്പിൽ സമരം ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞേനെ. അതിനിവർ ചെയ്തില്ല. അതിന് പകരം ആരൊക്കെയോ ആരുടെ കയ്യിൽ നിന്നൊക്കെയോ പിരിച്ചു കിട്ടിയ പൈസ എടുത്ത് ഇവർ കൊണ്ട് ബാങ്കിൽ അടയ്ക്കുകയും ഇവരുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് ഇവർ കൈ കഴുകി പോവുകയും ചെയ്യുമ്പോൾ ഷൈനിയോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നും പ്രതിബദ്ധതയുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ എത്ര വായത്താളം ഇട്ട് അടിച്ചെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു.
എന്തായാലും ആ പറയുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാൽ ഹാർട്ട് ഫാമറിൻ്റെ ആ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ച ഒരു ചേട്ടൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ചെക്ക് കിട്ടിയതിനെക്കുറിച്ച് പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പുള്ളിക്കാരനും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പുള്ളിക്കാരൻ ആ ഒരു ചെക്ക് കൊടുത്തതിനെക്കുറിച്ചും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടു നോക്കിയേ. ഷൈനയുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ഒരു കടബാധ്യത ഇടുക്കി തടിയമ്പാട് ടോം ജോസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റി സംഘടന കൊടുത്തു തീർത്തതായിട്ട് ഇന്ന് രാവിലെ തന്നെ അറിയാൻ കഴിഞ്ഞു. അതിനകത്ത് അത് വളരെ ഒരു തെറ്റായ സന്ദേശം എന്നുള്ള ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അത് ചെയ്തതിൻ്റെ ഫലപ്രാപ്തി തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആ കടബാധ്യത ഷൈനയുടെ ഭർത്തൃ വീട്ടുകാരാണ് വീട്ടേണ്ടിയിരുന്നത്. അവർ അത് ചെയ്യില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന് ഒന്നുകൂടി അടിവരയിടുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ആ കടബാധ്യത, കുടുംബശ്രീക്കാരുടെ കടബാധ്യത ഒരു ചാരിറ്റി സൊസൈറ്റി വീടുന്നതിലൂടെ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രതികളായിട്ടുള്ളവർക്ക് തുണയായി. കാരണം അവർക്കിനി കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ കടബാധ്യത മൂലമാണ് ഷൈനയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത് എന്നുള്ളതും, അതുപോലെ ശേഷം ആ കടബാധ്യത പോലും ഒരു ചാരിറ്റി സംഘടനയാണ് വീട്ടിയത് എന്നുള്ളത് കൊണ്ടും ഈ കുറ്റക്കാരായ, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അതിനകത്ത് 1% പോലും ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഫലത്തിൽ ഷൈനയുടെയും ഷൈനയുടെ 2 കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ സന്തോഷിക്കും എന്ന് പറഞ്ഞതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി വേദനിക്കും എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. ചെയ്യേണ്ടിയിരുന്നത് ആ കുടുംബശ്രീ അംഗങ്ങളെ 10-12 അംഗങ്ങൾ ഉണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ഈ ചേരിയിൽ കുടുംബക്കാരുടെ വീട്ടുപടിക്കൽ നിരാഹാരം കിടന്നോ അതിശക്തമായ സമരമുറകൾ, അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമരമുറകളിലൂടെ ആ പണം തിരിച്ചു വാങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഷൈനയുടെയും ആ 2 കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ സന്തോഷിക്കുമായിരുന്നു. അത് തന്നെയുമല്ല, കോടതികളിൽ മുമ്പോട്ട് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും കടബാധ്യത അവരുടെ കുടുംബക്കാരിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങി എന്നുള്ളത് കൃത്യമായിട്ടും രേഖാമൂലം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ആ കടബാധ്യതയ്ക്ക് യാതൊരു ഉത്തരവാദിത്വമോ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കോ ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്ന മൊഴി ഒന്നുകൂടി സാധൂകരിക്കപ്പെടുന്നു. അതിന് ബലമായിട്ട് ഒരു ചാരിറ്റി സംഘടന ആ കടം വീട്ടി എന്ന് വരുന്നതിലൂടെ അവർക്ക് ആ കടവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് അവർ സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി മുമ്പോട്ടുള്ള കോടതി നടപടികളിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് വളരെ തെറ്റായി പോയിരുന്നു എന്നാണ് എനിക്ക് ഇതിനകത്തും പറയാനുള്ളത്. കാരണം ചാരിറ്റി സംഘടന അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അവർക്ക് ആ കുടുംബശ്രീക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ടാണെങ്കിൽ പോലും ആ കടബാധ്യത അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് തന്നെ ഈടാക്കേണ്ടിയിരുന്നു. ഇതിനകത്ത് ഞാൻ ടോം ജോസ് സാറിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു, പക്ഷേ ഫലം കിട്ടിയിരിക്കുന്നത് വിപരീതമായിട്ടാണ്. പ്രതികൾക്കാണ് ഫലം കിട്ടിയിരിക്കുന്നത്. തോമസ് സാറ്, കരികുന്നം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തോമസ് സാറ് ചെക്ക് കൈമാറിയതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ കാണാനിടയായതുകൊണ്ടും കൂടെ കൂടിയാണ് ഞാനിത് പറയുന്നത്. അത് ചെയ്യിക്കേണ്ടിയിരുന്നത് ആരെല്ലാം ഇതിനകത്ത് അതൊരു നല്ല കാര്യമാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല കാര്യം ചെയ്യിക്കേണ്ടിയിരുന്നത് കുടുംബശ്രീക്കാരെ ഒരല്പം ബുദ്ധിമുട്ടുക. ഏതായാലും ഇത്രയും അവർ ബുദ്ധിമുട്ടി, ഒരല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടുക. ഇപ്പം നമുക്കറിയാം, ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ കിടന്ന് സമരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ചുരുക്കം ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് നിന്ന് ഒരു ദിവസം സമരം ചെയ്യുക, അതിനുശേഷം 2-3 പേരായിട്ട് മാറി മാറി സമരം ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ആ പൈസ ഈ നോബിയുടെയും ബോബിയുടെയും ഒക്കെ കുടുംബക്കാരിൽ നിന്നും വസൂലാക്കി എടുക്കണമായിരുന്നു. അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ അത് ഷൈനിയോടും കുഞ്ഞുങ്ങളോടും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നീതി അവർക്ക് നേടിക്കൊടുത്തു എന്ന് പൊതുസമൂഹത്തിന് കാണാമായിരുന്നു. ഇതെല്ലാം പ്രതിഫലിക്കുന്ന പൊതുസമൂഹത്തിലേക്കാണല്ലോ. അതുകൊണ്ട് ഞാനത് ആ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലതായിരിക്കാം, പക്ഷേ ഇവിടെ ഫലം കിട്ടിയിരിക്കുന്നത് ഈ പ്രതികൾക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ നിങ്ങൾ ഈ കുടുംബശ്രീക്കാർക്ക് കൊണ്ടുവന്ന് ഈ ചെക്ക് കൊടുത്തപ്പോൾ തീർന്നു. ഈ ഷൈനി കുറ്റക്കാരിയാണെന്നുള്ളത് നിങ്ങളവിടെ തെളിയിച്ചു വെച്ചു. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന നോബിയെയും ഈ പാതിരിയെയും ഈ പറയുന്ന ശർക്കര തള്ളയും ഈ കള്ളക്കണ്ണീരൊലിച്ച ആ തന്തപ്പടിയെയും രക്ഷിക്കാനുള്ള ഒരു മാർഗം നിങ്ങളവിടെ വെച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് വാദിക്കാനായിട്ട് പറ്റും. കടബാധിത മൂലം ആണ് ഈ ഷൈനി മരിച്ചതെന്ന് ആ ഒരു രീതിയിലേക്ക് ഈ കേസിനെ കള്ളപ്പാതിരി കൊണ്ടെത്തിക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ കള്ളപ്പാതിരി ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കള്ളപ്പാതിരി ഒളിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഈ നോബിയെ രക്ഷപ്പെടുത്താനായിട്ട് ഈ കേസ് വാദിക്കാനും വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും കൊട്ടിഘോഷിച്ച് 92,225 രൂപ കൊണ്ടുവന്ന് ചെക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന കുടുംബശ്രീയിലെ അവർക്ക് കൊടുത്തപ്പോൾ ഇതുമൂലം ഈ പറയുന്ന ഷൈനിയും ഷൈനയുടെ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു വാതിലാണ് നിങ്ങൾ തുറന്നു വെച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും മസ്റ്റായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.